ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണിയാണ്. അപ്പോൾ അതൊരു ഒറ്റ വീഡിയോയിൽ നിർത്താൻ പറ്റില്ല, കാരണം ഞാൻ ചെയ്ത കുറേ അധികം കാര്യങ്ങളുണ്ട് എൻ്റെ വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ടഫാണത്. അതായത് ഇപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പ്രശ്നമില്ല, വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ആബ്സ് ഒരുപാട് ചാടാൻ പാടില്ല. നമുക്കൊരു അതായത് ഷേപ്പായിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഞാനും ഒരു സമയത്ത് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ച് ഈ പറയുന്ന മെഡിസിനൊക്കെ എടുത്തിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് വയറാണ് പെട്ടെന്ന് വെച്ചത്, നന്നായിട്ട് വയറ് വെച്ചിട്ടുണ്ടായിരുന്നു, കവിള് നന്നായിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ ആണ്. അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യരുത്, അത് ചെയ്യുന്ന അത്ര നല്ലതല്ല. വെറുതെ വീട്ടിൽ ഇരുന്ന് ഫുഡ് വാരി കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും വെയിറ്റ് ഗെയിൻ ആവും. അതായത് നമുക്ക് മൊത്തത്തിലൊരു ഗുണ്ടുడు ലുക്കാവും, പക്ഷേ നമുക്ക് ഷേപ്പിനൊത്തൊരു ബോഡി കിട്ടില്ല, കാരണം നമ്മുടെ വയറ് ചാടും. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർ കൂടുതലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒറ്റ വീഡിയോയിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വയറ് ചാടാതെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരുപാട് ബോഡി ഷെയ്മിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നെയ്ബേഴ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരുപാട് ബോഡി ഷെയ്മിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ മെലിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഏത് ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തോട്ട് പോയാലും, ഈവൻ ദോ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യനാണ്, നീ എന്താ മെലിഞ്ഞിരിക്കണേ, ഫുഡൊന്നും കഴിക്കാറില്ലേ എന്നുള്ളത്. അപ്പോൾ മെലിഞ്ഞിരിക്കുന്നവരിൽ പലരും ഈ ക്വസ്റ്റ്യൻ കേട്ടവരായിരിക്കാം. നമ്മളിങ്ങനെ പറയുന്ന, ഇപ്പോൾ എന്നോടായാലും അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോടായാലും ഇങ്ങനെ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് അത് സോ ഇറിറ്റേറ്റിംഗ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് ആ ഒരു വിഷമം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ഗെയിന് ഞാൻ യൂസ് ചെയ്തിരുന്നൊരു ഷേക്ക് അല്ലെങ്കിൽ ഞാൻ കുടിച്ചിരുന്നൊരു ഷേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഞാൻ എടുത്തു പറയാണ്, ഇത് മാത്രമല്ല ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തൊക്കെയാണ് എൻ്റെ വെയിറ്റ് ഗെയിന് ചെയ്തിരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മെഷർമെൻറ്റിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഓട്സും 18 ഗ്രാം ആൽമണ്ടുമാണ്. നിങ്ങൾക്ക് വേറെ നട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക, മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നോർമലി ഉള്ള മിൽക്കാണ്. മിൽക്ക് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയായിരിക്കുന്നത്. ഞാൻ ഷേക്ക് രൂപത്തിലാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് എടുക്കാം. ശേഷം പഴം, ഞാൻ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ടുള്ളത്. 331 ഗ്രാമാണ്. ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇവരെല്ലാം കൂടെ നമുക്കൊന്ന് കറക്കാൻ വിടാം. അപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഷേക്ക് രൂപത്തിൽ അടിച്ചെടുത്തുകൊണ്ട് കുറച്ച് കട്ടിക്കാണ് കിട്ടിയത്. ഇത് ഇനി നമുക്ക് കുടിക്കാം. പിന്നെ നിങ്ങൾ നന്നായിട്ട് ബോഡി ഷേമിങ് കേൾക്കുന്ന ആളാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.